സ്ഥിരമായിട്ട് കണ്ടുവരുന്ന സംഗതി തന്നെ മിക്കവാറും ബിസിനസ്സുകൾ റൺ ചെയ്യുന്നത് അതിൻ്റെ ഓണറുടെ ഒരു വിഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജിങ് സ്റ്റാഫുകളിലെ കുറച്ച് ആളുകളുടെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും കാര്യങ്ങൾ പോകും. മിക്കവാറും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നൊക്കെ പറയാം. ആ ഒരു മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരുപാട് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്, ട്രെയിനിങ് മൊഡ്യൂൾസ് അവൈലബിൾ ആണ്, ഓൺലൈനിലാണ് ഓഫ്ലൈനിലൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് ട്രെയിനിങ്ങിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഖത്തറിൽ ബിസിനസ്സിൻ്റെ സാധ്യത എന്താണ്? അല്ല, ഖത്തർ ബിസിനസ് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ട്രെയിനിങ് എന്നുള്ളത് എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ കാലത്തും ആവശ്യമുള്ള ഒരു സാധനമാണ്. ഇപ്പം കുറച്ച് കൂടുതൽ ട്രെയിനിങ് കണ്ടന്റുകളും കാര്യങ്ങളും ട്രെയിനേഴ്സൊക്കെ നമ്മുടെ മലയാളികളുടെ ഇടയിൽ അവൈലബിൾ ആണ്. അത് പ്രോപ്പറായിട്ട് നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ചിരിക്കാതെ പ്രോപ്പറായിട്ട് ടൈം ടു ടൈം ട്രെയിനിങ്ങുകൾ നമ്മളും ബിസിനസ് ഓണേഴ്സും അതുപോലെ സ്റ്റാഫിനൊക്കെ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ കാലത്തിനനുസരിച്ച് വളരുക എന്നുള്ളതാണ്. ശരിക്കും പോസ്റ്റ് കോവിഡിന് ശേഷം ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നു. ടെക്നോളജിക്കൽ ലെവലിലാണെങ്കിലും ബിസിനസ് സിസ്റ്റത്തിലാണെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ പുതിയ പുതിയ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ്